നമസ്കാരം. ആധുനിക ലോകത്തിൽ ഉയർന്നു വരുന്ന ചില പ്രത്യേക പ്രവണതകളെയാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. നമ്മുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും സൈനിക നടപടികളിലൂടെയും അല്ലാതെയും പ്രധാനമന്ത്രിയും സർക്കാരും മാറുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടു. ആദ്യത്തെ ഉദാഹരണം നമ്മൾ കണ്ടത് പാകിസ്ഥാനിലാണ്. പാകിസ്ഥാനിൽ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ പുറത്താക്കിക്കൊണ്ട് പുതിയ ഭരണം നിലവിൽ വന്നു. എന്തായിരിക്കും അതിന് കാരണം എന്ന് ആരും അന്വേഷിച്ചില്ല, പ്രത്യേകിച്ച് രാജ്യം പാകിസ്ഥാനായതുകൊണ്ട്. പക്ഷേ അന്വേഷിക്കണം. എന്തുകൊണ്ടെന്നാൽ അതിന് പുറകിലുള്ള വ്യക്തികളും ഇല്ലെങ്കിൽ രാജ്യവും ആരാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കും അതൊരു പാഠമാക്കും. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അദ്ദേഹത്തിന് രാജിവെക്കേണ്ട അവസരം വന്നപ്പോൾ അദ്ദേഹം ഉയർത്തി കാണിച്ച ഡോസിയേഴ്സിൽ ഒന്നാണ് തൻ്റെ രാജ്യക്കും ഈ രാജ്യത്തിലുള്ള റിവോൾട്ടിന് പിന്നിൽ അമേരിക്കയാണ് എന്നുള്ള ഒരു കാര്യം. അമേരിക്കൻ ഫണ്ടഡ് റെവല്യൂഷനാണ് നടക്കുന്നത് എന്നുള്ള തരത്തിൽ അദ്ദേഹം പ്രസ്താവിക്കുകയുണ്ടായി. അതാരും ചെവി കൊണ്ടില്ല എന്ന് മാത്രമല്ല, കുറ്റവാളിയായി ഇല്ലെങ്കിൽ ഒരു ചാരവൃത്തിയെ നടത്തി എന്ന രീതിയിൽ അദ്ദേഹത്തെ ജയിലിലടയ്ക്കുകയും ചെയ്തു. പാകിസ്ഥാന്റെ അംബാസിഡറും US സ്റ്റേറ്റ് സെക്രട്ടറിയുമായ ഡൊണാലൂയുമായി അതിന് തൊട്ടു മുമ്പ് ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു. ആ നടന്ന ചർച്ചകൾ എന്താണ് എന്ന് പുറം ലോകം അറിഞ്ഞില്ല. ആ ചർച്ചകൾക്ക് കുറച്ചു നാൾ കഴിഞ്ഞ ശേഷമാണ്, ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞ ശേഷമാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി സ്ഥാനഭ്രംശനാകുന്നത്. നമ്മുടെ മറ്റൊരു അയൽ രാജ്യമാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിലും ഇത്തരത്തിലുള്ള ഒരു വലിയ കൂപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പദവിയിൽ നിന്നും പുറത്തായത് വളരെ നിസ്സാര കാര്യങ്ങളുടെ തുടക്കത്തിലായിരുന്നു. ഒരു റിസർവേഷന്റെ കാര്യത്തിൽ തുടങ്ങിയ സമരം വിദ്യാർത്ഥികൾ ഏറ്റെടുക്കുകയും വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്നും ജിഹാദികളും മറ്റും തട്ടിയെടുക്കുകയും ചെയ്തു. പിന്നീട് അത് രാജ്യത്താകമാനം പടർന്നു പിടിച്ചു. രാത്രിക്ക് രാത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് രാജ്യം വിട്ട് ഓടേണ്ടി വന്നു. അവിടെ പിന്നെ നടന്നത് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വലിയ ആക്രമണമായിരുന്നു. ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ വന്നിട്ട് പിന്നീട് നടത്തിയ ഒരു പത്രപ്രസ്താവനയിൽ പറഞ്ഞത് തൻ്റെ രാജ്യത്തിൽ താൻ ഇപ്പോഴും ഒരുപക്ഷെ പ്രധാനമന്ത്രി ആയിരുന്നിരിക്കാം എന്നാണ്. എന്തുകൊണ്ടാണ് തനിക്ക് പുറത്തേക്ക് പോരേണ്ടി വന്നത്? അവരും ആത്യന്തികമായി കുറ്റപ്പെടുത്തിയത് അമേരിക്കയുടെ ഇടപെടലുകളെയാണ്. സെന്റ് മാർട്ടിൻസ് ഐലൻഡിൽ അമേരിക്കയ്ക്ക് ഒരു മിലിറ്ററി ബേസ് നൽകാനുള്ള ഒരു ആശയം അമേരിക്ക മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയുടെ വളരെ അടുത്ത സുഹൃത്തായ ഷെയ്ഖ് ഹസീന അത് നിരസിക്കുകയാണ് ഉണ്ടായത്. ഈ രണ്ട് തലങ്ങളിലും നമുക്ക് കണ്ണോടിച്ചാൽ മനസ്സിലാകുന്നത്, ഇമ്രാൻഖാന്റെ കാര്യത്തിലാണെങ്കിൽ ഇമ്രാൻഖാൻ ഒരു കാര്യം തെറ്റായി അമേരിക്കക്കെതിരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു പക്ഷേ അയാൾക്ക് അദ്ദേഹത്തിന്റെ രാജ്യത്തിന് വേണ്ടിയായിരിക്കാം ചെയ്തത്. തന്റെ സുഹൃത്തുക്കളാണ് റഷ്യയും ചൈനയുമെന്ന് ഇമ്രാൻഖാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അമേരിക്കയും തന്റെ സുഹൃത്താണ് എന്ന് പറഞ്ഞു. പക്ഷെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എൻ്റെ ഒപ്പം അല്ലെങ്കിൽ ഇഫ് യു ആർ നോട്ട് വിത്ത് us യു ആർ എഗെയിൻസ്റ്റ് us എന്നുള്ള ഒരു വാക്യം അമേരിക്കയുടെ പുസ്തകത്തിൽ എപ്പോഴും എഴുതി ചേർത്തതാണ്. പാകിസ്ഥാന്റെ കാര്യത്തിൽ അതുതന്നെയാണ് ഇമ്രാൻഖാന് തിരിച്ചടിയായത്. ഞങ്ങളുടെ ഒപ്പം മാത്രമല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്കെതിരാണ് എന്നുള്ളൊരു വാക്യം അവിടെയും ഉയർന്നു കേട്ടു. ഈ രണ്ട് രാജ്യങ്ങളിലും ഭരണമാറ്റം ഉണ്ടാവുകയാണ് ഉണ്ടായത്. അവിടെ ഒരു നെഗോസിയേഷനോ ഇല്ലെങ്കിൽ ചർച്ചയോ നടന്നില്ല. എന്തുകൊണ്ട് അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നില്ല? നയതന്ത്രമായ ഇടപെടലുകൾ ഉണ്ടായില്ല. പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ് ഇത് പഠന വിഷയമാക്കേണ്ടത് എന്നുള്ളതാണ്. തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണ് ഭാരതം. ഭാരതത്തിലും ഇതിൻ്റെ ചെറിയ ചെറിയ ടെസ്റ്റ് ഡോസുകൾ നടന്നില്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം. നമുക്ക് ഓരോന്നിനു കൂടി കടന്നു പോകാം. അപ്പോൾ മനസ്സിലാകും ഭാരതത്തിൽ ഇതിൻ്റെ ടെസ്റ്റ് ഡോസുകൾ നടന്നിട്ടുണ്ടായിരുന്നു എന്ന്. ആദ്യം തുടങ്ങിയത് CAA-യിൽ നിന്നായിരുന്നു, സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ട്. രാജ്യത്തിലെ ഗവൺമെന്റ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വ്യക്തിയെയും ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കില്ല എന്ന്. ഒരു സിറ്റിസൺഷിപ്പ് കൊടുക്കാനുള്ള ഒരു നിയമം മാത്രമാണ് CAA എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ തന്നെയും കാലങ്ങൾ കുറച്ച് മുന്നോട്ട് കടന്നപ്പോൾ രാജ്യത്താകമാനം വലിയ കലുഷിതമായ സമരങ്ങൾ നടന്നു. എത്ര തവണ പറഞ്ഞിട്ടും മനസ്സിലാക്കി കൊടുത്തിട്ടും ആരും അത് കേട്ട ഭാവം നടിച്ചില്ല. അപ്പോൾ അതിൻ്റെ പുറകിലാര്? കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ നമുക്ക് വീണ്ടും പല രീതിയിലുള്ള കർഷക സമരങ്ങൾ കാണുവാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച്
പൊതു തെരഞ്ഞെടുപ്പും സംസ്ഥാന തെരഞ്ഞെടുപ്പുകളും വരുമ്പോൾ കർഷക സമരങ്ങൾ കൂടുതൽ ആർജവത്തോടെ വരുന്നത് നമ്മൾ കണ്ടു. അവർ ഓടിക്കേറി വന്നത് ഡൽഹിയുടെ പ്രധാന പ്രദേശങ്ങളിലേക്കാണ്. രാജ്യമാസകലം ഈ കർഷക സമരം കണ്ട് ഞെട്ടിത്തരിച്ചു നിന്നിട്ടുണ്ട്. കൂടാതെ തന്നെയാണ് ഇവിടെ പിന്നീട് പ്രതിപക്ഷ കക്ഷികൾ ഉയർത്തിയ ജാതി സെൻസസ്. ഭാരതത്തിനെ ജാതിയുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കണം എന്ന ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ജാതി സെൻസസ് പ്രതിപക്ഷത്തിലെ പലരും മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇന്ത്യ വിഭജിച്ച് തന്നെ നിൽക്കണം എന്ന ചിന്തയുള്ള ആരോ ഒരാൾ, ഇല്ലെങ്കിൽ ഏതോ ഒരു രാജ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. CAA സമരത്തിന്റെ അന്ന് തന്നെ നമ്മൾ ഷഹീൻ ബാഗിൽ കണ്ട വലിയ ഒരു സമരവും നമ്മുടെ ചിന്തകളെ കുഴപ്പിക്കുന്നതാണ്. 1-2 ദിവസങ്ങളല്ല, ആഴ്ചകളോളം നീണ്ടുനിന്ന വലിയ വലിയ സമരങ്ങൾ, രാജ്യത്തെ ആകെ പിടിച്ചുലച്ച സമരങ്ങൾ, അതും എപ്പോഴും കേന്ദ്ര സർക്കാരിനെതിരെയായിരുന്നു. ശക്തമായി മുന്നോട്ട് പോകുന്ന ഭാരതത്തിലെ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തുന്ന ഇത്തരം പ്രവർത്തികൾ പ്രതിപക്ഷം മാത്രമല്ല ഉള്ളത് എന്നുള്ള കാര്യം നമുക്ക് പിന്നീട് വ്യക്തമാവുകയാണ്. കഥകൾ പലതും മുന്നോട്ടു പോയി. രാജ്യത്തിന്റെ സാമ്പത്തിക നിലയെ അട്ടിമറിക്കുവാനും ഇവിടെയുള്ള സ്റ്റോക്ക് മാർക്കറ്റ് തകർക്കുവാനും ഹിൻഡൻബർഗ് പോലെയുള്ള സ്ഥാപനങ്ങൾ മുന്നോട്ട് വന്നു. പൊടുപ്പും തൊങ്ങലും വെച്ച് അവർ ഉണ്ടാക്കിയെടുത്ത ഇല്ലെങ്കിൽ മെനഞ്ഞെടുത്ത ഓരോ കഥകളും നമ്മൾ വിശ്വസിച്ചു, അല്ലെങ്കിൽ വിശ്വസിപ്പിച്ചു. പ്രതിപക്ഷ കക്ഷികൾ അതിനുവേണ്ടി അഹോരാത്രം പണിയെടുത്തു. ഈ രാജ്യത്തിനെ നശിപ്പിക്കുവാനായി ആരാണ് പുറകിലുള്ളത് എന്ന് നമുക്ക് സുവ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ ഇവിടെയുള്ള കലാപങ്ങൾക്കും ഇല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വിപ്ലവങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നത് ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ അയൽ രാജ്യങ്ങളിലേക്കാണ്. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും പയറ്റിയ അതേ കളികൾ തന്നെ ഇന്ത്യയിലും പല രീതിയിൽ പയറ്റിയിട്ടുണ്ട്. പക്ഷേ അവരെക്കാൾ വളരെ ശക്തമായിരുന്നതുകൊണ്ട്, ജനാധിപത്യം ശക്തമായിരുന്നതുകൊണ്ട്, ഇവിടെയുള്ള സംഘടനകൾ ശക്തമായിരുന്നതുകൊണ്ട് ഇന്ത്യൻ ഗവൺമെന്റിനെ തറപറ്റിക്കാൻ കഴിഞ്ഞില്ല. ഇല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ടിന്റെ പ്രകാരത്തിൽ തീർച്ചയായും ഇന്ത്യൻ ഗവൺമെന്റിനെ തറപറ്റിച്ചേനെ ഈ കൂട്ടർ. ജോർജ് സോറോസുമാരും അമേരിക്കയും മറ്റ് രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും മറ്റും നമുക്കെതിരെ നിൽക്കുമ്പോൾ ശക്തമായി തന്നെ നിലകൊള്ളേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. നമ്മൾ ഓരോരുത്തരും പഠിക്കുക. എന്തുകൊണ്ടാണ് ഈ രാജ്യത്തിനെതിരെ ഇത്രയധികം വെല്ലുവിളികൾ ഉണ്ടാകുന്നത്? നമ്മൾ ഓരോരുത്തരും അറിയേണ്ട കാര്യങ്ങളാണ്. പഠിക്കേണ്ടത് അടുത്ത രാജ്യങ്ങളിൽ നിന്ന് തന്നെ. നമ്മൾ ഇന്ന് പഠിച്ചില്ലെങ്കിൽ നാളെ നമുക്കുണ്ടാകാൻ പോകുന്നത് ഇതേ വിധി തന്നെയായിരിക്കും. ഭിന്നതകൾ ഉണ്ടാക്കുവാനുള്ള ശ്രമത്തിലാണ് ചില രാജ്യങ്ങൾ. അവരുടെ സ്ഥാപിത താല്പര്യങ്ങളും അതുതന്നെയാണ്. ഭാരതം എന്ന രാജ്യം ഒരിക്കലും മുന്നോട്ട് ശക്തിപൂർവം വരരുത്. അവരുടെ പ്രശ്നങ്ങൾ കൂടാൻ പോകുന്നതേയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ നരേന്ദ്രമോദി, ഭാരതത്തിന്റെ പ്രധാനമന്ത്രി, യുക്രൈൻ പ്രസിഡന്റും റഷ്യൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായി മുന്നോട്ട് പോകുകയാണ്. ലോകത്ത് തങ്ങൾക്കെതിരെ ഒരു നേതൃത്വവും ഒരു രാജ്യവും ഉയർന്നു വരരുത് എന്ന് നിശ്ചയദാർഢ്യമുള്ള രാജ്യങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ജോർജ് സോറോസുമാരും അതിന് കുടപിടിക്കുന്ന ടുക്കഡെ ഗ്രാങ്ങും ഇന്ത്യയിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യം നമ്മൾ മറക്കരുത്. ഈ രാജ്യം നമ്മളുടേതാണ്. ഈ രാജ്യത്ത് അസ്വസ്ഥതകൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്ന ആരായാലും നമ്മൾ തിരിച്ചറിയണം. അത് പ്രാദേശികമായിക്കോട്ടെ, ഇന്റർനാഷണൽ ആയിക്കോട്ടെ. അതിന് നമ്മൾ മടി പിടിച്ചാൽ, ഒന്ന് വൈകിയാൽ നഷ്ടപ്പെടുന്നത് ഈ രാജ്യത്തിൻ്റെ അസ്തിത്വം തന്നെയായിരിക്കും. ജയ് ഹിന്ദ്.